കിട്ടിയിട്ടുണ്ട് ബ്രദറിന്. പക്ഷേ ഇത്തവണ കിട്ടിയ പുതിയ ബോധ്യങ്ങൾ പറയാനാണ്. ഒന്ന്, അബ്രഹാത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു സക്കേവൂസിനെ വിളിക്കുമ്പോൾ പറയുന്ന നീയും അബ്രഹാത്തിൻ്റെ പുത്രനാണെന്ന്. സ്വർഗസ്ഥനായ പിതാവിൻ ചൊല്ലുമ്പോൾ ആ ബോധ്യം പുതിയതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിലെ കുറിച്ച് പത്രോസിന് ഈശോ കാണിച്ചു കൊടുത്തത് അത് ഞാൻ മലിനമെന്ന് വിളിക്കാതെ ശുദ്ധി ചെയ്തതിനെ നിങ്ങൾ മലിനമെന്ന് വിളിക്കരുത്. എൻ്റെ വിചാരം ഇന്ന് വരെ വിജാതീയരെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെയൊക്കെ ശുദ്ധി ചെയ്തു. പക്ഷേ മാനവവംശം മുഴുവനെയാണെന്നും അത് പുതിയ ബോധ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരിലും ക്രിസ്തു ഉണ്ടെന്നും ക്രിസ്തുവിൻ്റെ പീഡകൾ തിരുമുറിവുകളുണ്ടെന്നും എല്ലാം അതൊക്കെ വലിയ ബോധ്യമായി. അങ്ങനെ മാനവകുലം മുഴുവനും ചേർന്ന് നിന്നുകൊണ്ട് ഈശോടൊപ്പം നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ അതൊരു വലിയ ബോധ്യമായിട്ട് എനിക്ക് മാറി. പിന്നെ പ്രവൃത്തി കൂടാതെ റോമ 4:5 പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കുന്നു. അത് ഞാൻ ഓർക്കും, എന്നെ തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ ദൈവം ഉണ്ടോയെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു മറൈൻ്റെ കൺവെൻഷൻ വെച്ചാണ് പെട്ടെന്ന് എനിക്ക് അഭിഷേകം കിട്ടുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസം ബ്രദർ പറഞ്ഞു ഇന്നലെ മർത്തായുടെ വിശ്വാസം വഴി ചീഞ്ഞഴിഞ്ഞ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ചീഞ്ഞഴിഞ്ഞ അനേകം ആത്മാക്കളെ നമ്മൾ ഒരാളുടെ വിശ്വാസം കൊണ്ട് ഈശോയ്ക്ക് ഉയർപ്പിക്കാനാവും. എൻ്റെ റിലേറ്റീവ്സ് തന്നെ ഓരോരുത്തരും മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെക്കൊണ്ട് ദിവ്യകാരണത്തിന് മുമ്പിലോ എവിടെയും വചനം കേൾക്കാനിരുത്തി പ്രാർത്ഥിപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഈശോ മതി നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ വലിയമ്മയുടെ കാര്യം ഓർക്കാം, പെട്ടെന്ന് വലിയമ്മയ്ക്ക് വേണ്ടി തന്നെ എനിക്കിങ്ങനെ പ്രാർത്ഥിക്കാൻ തന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാനന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എൻ്റെ മകൻ വന്നിട്ട് ഒരു 15 മിനിറ്റ് ഈശോ പറയാം നമുക്ക് ഇവിടുത്തെ വാസം മതിയാക്കാം എന്ന് പറഞ്ഞ് വലിയമ്മയും കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മകൻ ഓടി വന്നിട്ട് പറയാം, അമ്മ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കുന്നത് നമ്മുടെ അമ്മൂമ്മ മരിച്ചു എന്ന്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് വിശ്വസിക്കാൻ വേണ്ടിയാവാം, എൻ്റെ വിശ്വാസം ആഴപ്പെടാൻ വേണ്ടിയാവാം. ഈ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്ന വിശ്വാസം മൂലം ദൈവം അത് നീതിയായി പരിഗണിക്കുന്നു. ഇത്ര കരുണാർദ്രമായ ഈശോയെ ഇങ്ങോട്ട് പോരുമ്പോഴെല്ലാം ആഴത്തിലേക്ക് നീക്കി വലയെറിയാൻ പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കിയ ഒരു വലയെറിയലായിരുന്നു ഇത്. സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് ആത്മാവ്. ഒത്തിരി സങ്കീർത്തനങ്ങൾ ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ സിഗ്നൽ തെറ്റിപ്പോയി. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് സങ്കീർത്തനങ്ങൾ പരിശുദ്ധ ഉള്ളിലിരുന്ന് പാടാം. അപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസ് എന്നെ പിടിക്കില്ല എന്ന്. അങ്ങനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.